ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മൾ ഇന്നലത്തെ പാക്കിംഗ് ആണ് കേട്ടോ. ഇന്നലെ എടുത്ത് വെച്ച പ്ലാന്റ്സ് ആണ്. ബോഗൺവില്ല കൂടുതലായിട്ട് മെലസ്റ്റോമയുടെ കോംബോ ആയിരുന്നു കേട്ടോ. മെലസ്റ്റയുടെ കോംബോ, അതുപോലെ തന്നെ തെച്ചി, പിന്നെ ജെറബറ, അങ്ങനെയൊക്കെയുള്ള ചെമ്പരത്തി, ഇങ്ങനെയൊക്കെയുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ നമ്മൾ ഇന്നലെ അയച്ചത്. കണ്ടോ, ബോഗൺവില്ലയാണ് ഇത്. ഒരാൾക്ക് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ് കേട്ടോ. ഇപ്പോൾ ബോഗൺവില്ല നമ്മൾ അയക്കുന്ന പ്ലാന്റ്സ് അതിൻ്റെ അടിഭാഗം ഇതുപോലെ ആയിരിക്കും കേട്ടോ. അതിൻ്റെ അടിഭാഗത്ത് വേരിളക്കാതെ നമ്മൾ ഇതുപോലെ മണ്ണ് വെച്ചിട്ടുണ്ടാവും. പലരും ചോദിക്കും കേട്ടോ, പോട്ടിലാണോ അയക്കുന്നത് കവറിലാണോ എന്നൊക്കെ കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ ആയിരിക്കും. പാക്ക് ചെയ്യുന്ന വീഡിയോ ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ ഇതിൻ്റെ മുന്നേയൊക്കെ പാക്ക് ചെയ്യുന്ന വീഡിയോ അതുപോലെ പാക്ക് ചെയ്തതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊരു പുതിയ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു പാക്കിംഗ് വീഡിയോ കാണിക്കാം കേട്ടോ. ഇനി ഇത് നമ്മളെ മെലസ്ട്രോമ പ്ലാന്റ് എടുത്ത് വെച്ചതാണ് കേട്ടോ. വീഡിയോയിൽ കാണിച്ച അതേ സൈസ് പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഇതുപോലെ മുട്ടും പൂക്കളൊക്കെ ഉള്ള പ്ലാന്റാണ്. വയലറ്റ് ആയാലും വൈറ്റ് ആയാലും എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ മണ്ണ് എത്ര നമ്മൾ കളഞ്ഞാലും അത് അത്രയും കട്ട പിടിച്ചിരിക്കും കേട്ടോ അതിൻ്റെ അടിഭാഗത്ത് നമ്മൾ. കാരണം വലിയ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ കൊറിയർ ചാർജൊക്കെ കൂടുതൽ വരാറുണ്ട്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും വെയിറ്റ് വരുന്നതുകൊണ്ടാണ് നമ്മൾ കൊറിയർ ചാർജ് അത്രയും വാങ്ങിക്കുന്നത്. ഉണ്ടോ, ഇത്രയും ഉണ്ടാവും കേട്ടോ മണ്ണിത്. നല്ല വെയിറ്റുള്ള കട്ട മണ്ണും ആവും കേട്ടോ. അപ്പോൾ ഇന്നലെ അയച്ചവരിൽ കുറച്ച് പേരൊക്കെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ നട്ട് കഴിഞ്ഞിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ട് വാടിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഫോട്ടോസ് അയക്കരുത് കേട്ടോ. നിങ്ങൾ കിട്ടുമ്പോൾ തന്നെ അതിൻ്റെ ഫോട്ടോ അയയ്ക്കുക. അത് ഏത് രീതിയിലാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നിങ്ങൾ മിസ്റ്റേക്ക് കൊണ്ട് അത് കരിഞ്ഞു പോയാലോ അല്ലെങ്കിൽ നശിച്ചു പോയാലോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് റോസും ആയിട്ടാണ് കേട്ടോ. അപ്പോൾ റോസ് നമ്മൾ കുറച്ച് റോസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 5 പ്ലാന്റ് സെലക്ട് ചെയ്യുക കേട്ടോ. 5 പ്ലാന്റിന് വരുന്നത് വെറും 450 രൂപ മാത്രമാണ് കേട്ടോ. അപ്പോൾ റോസ് വേണ്ടവർ ഫുള്ളായിട്ട് വീഡിയോ കാണുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റിലെ പ്ലാന്റിന് ഈ ഒരു ഓർക്കിഡ് റോസ് ആണ് കേട്ടോ. അപ്പോൾ 450 പ്ലസ് കൊറിയർ ചാർജ് ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതാ രണ്ടാമത്തെ ഐറ്റം ഈ ഒരു റോസാണ് കേട്ടോ. നമ്മൾ ബട്ടൺ റോസിൻ്റെയൊക്കെ അതുപോലെ ഒരു റെഡ് കളറിൽ വന്നത് കേട്ടോ. അതുപോലെ നല്ല വലിയ പൂവല്ല എന്നൊരു മീഡിയം സൈസിൽ ഫ്ലവർ ഉണ്ടാവുന്ന നല്ല കൊലയായിട്ട് പൂക്കൾ ഉണ്ടാവുന്ന പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ പോട്ടിൽ വന്നിട്ടുള്ള പ്ലാന്റ്സുകളാണ്. മൂന്നാമത്തെ ഐറ്റം ഇതാ സമ്മർ സ്നോ റോസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിലും എപ്പോഴും ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റ് ഉണ്ട്. പിന്നെ നിങ്ങൾ ഈ പൂക്കൾ കഴിഞ്ഞതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മൂന്നാമത്തെ പ്ലാന്റ്. ഇനി വരുന്നത് ഈ ഒരു ഗിരിഗിരി റോസ് ആണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് പ്ലാന്റ്. ഇതുപോലെ കേട്ടോ ഇതിൻ്റെ ഫ്ലവർ. അപ്പോൾ ഈ ആഴ്ച പേയ്മെൻറ്റ് ചെയ്തവർക്കൊക്കെ നമ്മൾ അടുത്ത ആഴ്ചവും അയക്കാം കേട്ടോ. പിന്നെ കുറച്ച് പേർക്കൂടെ നമുക്ക് വിങ്കിയും അതുപോലെ ചെമ്മന്തിയൊക്കെ അയക്കാനുണ്ട്. പിന്നെ ഇതാ വരുന്നത് ഈ ഒരു നാടൻ റോസാണ് കേട്ടോ. നാടൻ പനിനീറാണ്. പിന്നെ വരുന്നത് ഈ ഒരു മുക്കുത്തി റോസ, കമ്മൽ റോസ എന്നൊക്കെ പറയുന്ന ഈ ഒരു ചെറിയ റോസ്, വൈറ്റ് ചെറിയ റോസാണ് കേട്ടോ. അപ്പോൾ കണ്ടത് നല്ല നമുക്ക് നല്ലൊരു വലിയൊരു പോട്ടിലൊക്കെ ആക്കിയിട്ട് കുറ്റിയായിട്ട് വളർത്താൻ പറ്റിയൊരു ഐറ്റാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് ഫ്ലവർ. പിന്നെ ഇതാ ഈ ഒരു റോസ് കളറ് ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ. പിന്നെ വരുന്നത് ഈ ഒരു മാംഗോ യെല്ലോ ആണ്. അടുത്തായിട്ട് വരുന്നത് ഇതാ ഈ ഒരു കളറിൽ വരുന്ന റോസാണ് കേട്ടോ. പിന്നെ വരുന്നത് ഈ ഒരു മിനിയേച്ചർ യെല്ലോ ആണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നല്ല ഭംഗിയും അതുപോലെ തന്നെ നല്ല മണമുള്ള ഫ്ലവറാണ് കേട്ടോ. നമ്മൾ പ്ലാന്റ് അയക്കുന്നത് DTDC വഴിയാണ്. സ്പീഡ് പോസ്റ്റ് അത്രയും നിർബന്ധം പറയുന്നവർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ വരുന്നത് ഇതാ ബട്ടൺ റോസാണ്. പ്ലാന്റ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയുകയോ അല്ലെങ്കിൽ എഴുതി അയക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ആൾ ഇന്ത്യ ഷിപ്പിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ എയർ വഴി അയക്കേണ്ടവർക്ക് അങ്ങനെ അയക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ പറയുക, നിങ്ങൾക്ക് പെട്ടെന്ന് നമ്മൾ മഹാരാഷ്ട്ര അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തേക്ക് അയക്കുമ്പോൾ ചിലപ്പോൾ 6 ദിവസം 5 ദിവസമൊക്കെ എടുക്കും കേട്ടോ. അപ്പോൾ അവരൊക്കെ ചിലരൊക്കെ എയറിൽ വാങ്ങിക്കാറുണ്ട്. നമ്മുടെ ലാസ്റ്റത്തെ പ്ലാന്റ് ഇതുപോലെ വള്ളി റോസ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും പ്ലാന്റിന് നിങ്ങൾക്ക് 5 എണ്ണം സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.